ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടും ആകാംക്ഷയോടും കൂടിയാണ് ഈ സ്നാക്സും വെള്ളമൊക്കെ പാക്ക് ചെയ്ത് എസ്തമ്മേനെ ഒരുക്കി ഞങ്ങൾ ഒരിടത്തേക്ക് പോകുക. വേറെ എവിടെയും അല്ല, നർത്തോദിയ ഡാൻസ് സ്കൂൾ, ചവറ കൊറ്റംകുളങ്ങരയിലുള്ള നർത്തോദിയ ഡാൻസ് സ്കൂളിലേക്കാണ് വന്നത്. മോളെ ഡാൻസിന് ചേർക്കാനായിട്ടാണ്. അമ്പിളി ദേവിയാണ് ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്നത്. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് അമ്പിളി ദേവി ഉണ്ടായിരുന്നു. നേരത്തെ വിളിച്ച് ചോദിച്ചപ്പോൾ 10:30 എത്താനാണ് പറഞ്ഞത്. അങ്ങനെ ഒരു 10:30 തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുട്ടികൾക്ക് ബ്രേക്ക് ടൈമിൽ അവർ പുറത്ത് വന്നിട്ട് പഠിച്ചത് പ്രാക്ടീസ് ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ക്ലാസ് അകത്തും നടപ്പുണ്ട്, പുറത്തും ഒക്കെ നടപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളോട് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് വെയിറ്റ് ചെയ്യണേ, അച്ഛൻ പുറത്ത് പോയേക്കോ, അച്ഛൻ്റെ കയ്യിൽ ഫോം വരുമ്പോൾ ഫോം മേടിച്ച് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഹെയ്സുവിനെ എടുത്ത് മോനെ കാണിക്കാനായിട്ട് പോയതാണ് കേട്ടോ. മോനെയൊക്കെ കാണിച്ച് കൊണ്ടുവന്ന് എന്നിട്ട് എനിക്ക് ഫോം തന്നു ഫില്ല് ചെയ്യാനായിട്ട് പറഞ്ഞു. ഈ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയത്, ഡെലിവറി കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഞാൻ എൻ്റെ മോളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഫില്ല് ചെയ്തത്. അതിൽ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും പേരെഴുതണം, ജെൻഡർ എഴുതണം, ഡേറ്റ് എഴുതണം, വെയിറ്റ് എഴുതണം, ടൈം എഴുതണം. അതൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയത്. എത്ര പെട്ടെന്നാണ് കുട്ടികൾ വളരുന്നതല്ലേ. അങ്ങനെ ദക്ഷിണ കൊടുക്കാനായിട്ട് സമയമായി. എസ്തമ്മയ്ക്ക് പെട്ടെന്ന് ഒരാളായിട്ട് അവൾ പെട്ടെന്ന് അടുക്കത്തില്ല. അവൾ അത്ര പരിചയമുള്ളവരുമായിട്ട് മാത്രമേ അവൾ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ആളിത്തിരി ഇതായിരുന്നു ദക്ഷിണയൊക്കെ കൊടുക്കുന്ന സമയത്ത്. പിന്നെ ഞാനാണ് കാലൊക്കെ പിടിച്ച് തൊഴാനൊക്കെ പറഞ്ഞത്. എന്നിട്ട് ഇങ്ങനെ കൈയൊക്കെ വെക്കാൻ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പയ്യെ അവിടെ നിന്ന് അങ്ങ് മാറി പുറത്തോട്ട് പോയി. കാരണം എന്നെ കണ്ടു കഴിഞ്ഞ് എന്നെ നോക്കി അങ്ങ് നിൽക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനില്ലാതെ അവൾ കരയാതെ ഇരിക്കുമോ ഇല്ലയോ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പുറത്തോട്ട് പോയതാണ്. അങ്ങനെ നോക്കിയപ്പോൾ എന്തായാലും നന്നായിട്ട് തന്നെ നിൽപ്പുണ്ടായിരുന്നു. എന്തായാലും പറയുന്ന കണക്കൊക്കെ കരഞ്ഞിട്ടില്ല, അതൊരു സമാധാനം. കാരണം അംഗനവാടിയിൽ വിട്ട ആ സമയത്തൊക്കെ ആദ്യത്തെ ദിവസമൊക്കെ കരച്ചിലുണ്ടായിരുന്നു. പിന്നെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതുപോലെ ആൾ ഇനി പോയി വരുമ്പോൾ ശീലമാകും.